മക്കളെ, കസേരകളിൽ നട്ടലിൻ്റെ കസേരയിൽ അടർന്നവര്, തിരിഞ്ഞിരിക്കുന്നവര്, നടുവല് വളഞ്ഞിരിക്കുന്നവര്, നെഞ്ചു തൊട്ട് കഴുത്ത് തൊട്ട് മൂടല്ലവര്, വല്ലാത്ത മിന്നിപ്പിടുത്തം വേദനയുള്ളവര്, നീറിറക്കം മാറാത്തവര്, പതകിന് നീരോടിക്കേറുന്നവര്, ഭുജങ്ങളിൽ നീര് വീഴുന്നവരെല്ലാം കുഞ്ചിക്ക് പിൻകഴുത്തിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുടിവേറ്റവനെ, ഞങ്ങൾക്ക് മുൾക്കിടം ചൂടിയവനെ, കർത്താവെ, അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി, ഹല്ലേലൂയ. ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന, 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 ആരാധന. മക്കളെ, കല്യാണം ഒത്തുവരാത്തവരെ ഈ മോതിര വിരലിലെ പിടിച്ച് കർത്താവിനത് ഏൽപ്പിക്കണം. കല്യാണം ഒത്തുവരാത്തവര്, ഇപ്പൊ കല്യാണത്തിന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവര്, ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് അകന്നിരിക്കുന്നവര്, അന്യരാജ്യങ്ങൾ, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്നവര്, എപ്പോഴും സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നവര്, ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ കോടതി കേസുള്ളവർ ഒക്കെ ഈ മോതിര വിരലിൽ പിടിച്ചിട്ട് ഒരു കാലത്ത് കർത്താവ് നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ബന്ധം, ഈ ഉടമ്പടി ചെയ്തത്. ഈ ഉടമ്പടി വിരലാണിത്, എൻ്റെ മോതിര വിരല് ഉടമ്പടി വിരല. ഈ ഉടമ്പടി വിരല് കർത്താവ് ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അന്ന് നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അൾത്താറയിൽ വെച്ച് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, കാലങ്ങൾ ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒക്കെ ഞങ്ങൾ അകലുകയും ചെയ്തു, പിരിയുകയും ചെയ്തു. കർത്താവെ, ഇപ്പോഴുള്ള അവസ്ഥയിൽ കർത്താവെ, വരപ്രസാദം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അങ്ങയുടെ തിരുമനസ്സാണെങ്കിൽ ഞങ്ങൾ ഐക്യപ്പെടുത്തണം. അല്ലെങ്കിൽ പാപമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ബിബിൻ്റെ പ്രസംഗം കണ്ടു. ബിബിൻ എന്താ പറയണത്? ബിബിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നെന്നാണ് പറഞ്ഞത്. 20 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ബിടെക്കാർക്ക് മറ്റു അക്കാഡമിഷ്യൻസൊക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന്. അതായത് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കുണ്ടല്ലോ, അത് റെക്കോർഡിലൂടെ അല്ലെങ്കിൽ ഹോംവർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ്. അതിവന് ഇല്ല, മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇൻറ്റേർണൽ മാർക്ക് ഇല്ലെന്നാണ് പറയണത് പല വിഷയങ്ങൾക്കും.
പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പില്ലാത്തത്. ഞാൻ എങ്ങനെ എന്ത് എഴുതാനാണ്? എനിക്ക് ഇൻ്റേണൽ അസസ്മെൻറ്റ് മാർക്കില്ലല്ലോ, ഇൻ്റേണൽ മാർക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് 20 പേപ്പർ എഴുതണത്? അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന്. അതിലും രസമാണ് അതൊരു സാക്ഷ്യം കേൾക്കാൻ. അവസാനം ഞാൻ എഴുതാൻ പോകാൻ ഞാനൊരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത്. എന്തിനാ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഓട്ടോറിക്ഷ കൊടുത്തത്? അതിൽ ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്രം അവിടെ വെച്ചേക്കും, വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളൂ. അപ്പോഴങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്നാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കോവിഡായപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തെന്നു. ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ? അവർ നമ്മൾ പറയണതല്ല ചെയ്യണത്, അതിൻ്റെ ഇരട്ടി കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെന്താ ഈശോ പണ്ട് പറഞ്ഞതാണ്, നിന്നോട് 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം. അത് വായിച്ച മോളെ. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ, ഏറ്റു പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 2 മൈൽ ദൂരം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാ. അല്ല 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ എങ്ങനെ 1/2 മൈൽ പോകാം? മലയാളിയല്ലേ, മലയാളിയുടെ പ്രശ്നം അതാണല്ല. 1 മൈൽ പോകാൻ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തത്തിൽ ഇതെങ്ങനെ 1/2 മൈലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? അങ്ങനെയല്ല. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണത് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ പോകണം. അതാണ് 5 കാശ് രൂപ വാങ്ങിക്കാവുന്ന ചിഞ്ചു പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ് 10 മേടിക്കുന്നത് പറഞ്ഞു. അത് ലോഡ് കൂട്ടിക്കൊടുക്കരുത്. ഇവരെന്താ ചെയ്തിരിക്കണത്? വിപിനെന്താ ചെയ്തിരിക്കണത്? അവന് പോകാൻ കോവിഡായതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യും? കോവിഡ് കഴിയട്ടെന്ന് പറഞ്ഞ് ഇരുന്നില്ല. അഡ്രസ്സ് നോക്കി എടുത്തിട്ട് അറിയാവുന്ന അഡ്രസ്സൊക്കെ എടുത്തിട്ട് പോസ്റ്റൽ ഈ സാധനം വിട്ടു. ഇത് എന്താ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ സത്യസന്ധരാണ്, നമ്മൾ വിഷയം ഓറിയൻറ്റഡ് അല്ല, നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആണ്, അതാണ് കുഴപ്പം. പരിശുദ്ധാത്മ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. എപ്പോൾ കെട്ടാൻ പറ്റും, ഈ കല്യാണം ഒക്കുമായിരിക്കുമോ, ഇപ്പോൾ ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ, പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആകും. അപ്പം നമ്മൾ മെറ്റീരിയൽ ജഡികരായിപ്പോവും. ജഡികത്തല്ല കുഴപ്പം എന്താ? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നമ്മൾ ദൈവത്തെയാണ് ഓറിയൻറ്റഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചോളൂ. യോഹന്നാൻ്റെ സുവിശേഷം. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഗലാത്യ 6:8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇതാണ് ഗലാത്യ 4:8. എന്താ പ്രശ്നം? നമ്മൾ ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലി, നമ്മളെന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെപ്പോൾ നടക്കും എന്ന് അത് നടക്കണില്ലല്ല, ഇത് നടക്കണില്ലല്ല, അവർ വന്നില്ലല്ല. അപ്പോൾ എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ല. മനസ്സിലായ? അങ്ങനെ അത് ഒന്നിനു വായിച്ച വചനം. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റേണ്ടത് അതാണ്. നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ. അതെപ്പോൾ നടക്കും, അതെങ്ങനെ നടക്കും, അത് നടന്നാൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കും. അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന നാശം. പിന്നെ എന്താ അടുത്ത വായിച്ചേ? ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി അല്ലേ.
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത്? ദൈവമല്ലേ നോക്കേണ്ടത്, നമ്മളല്ലല്ലോ, അല്ലേ? ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ബിബിൻ അതാണ് ചെയ്തത്. ബിബിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ. നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ടാലി ആകത്തില്ല. എന്താ അതുകൊണ്ട് എബ്രാഹാവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാര്യം ദൈവം ആര്? ഒരു മനുഷ്യനാര്? പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്താണ്? നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നീ എന്ന് തെളിയിക്കണം. നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയില്ലേ? ബൈലാറ്ററൽ ഉടമ്പടിയല്ലേ? ഉഭയകക്ഷിയല്ലേ? തുല്യകക്ഷിയല്ലേ? അപ്പോൾ ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല. എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? കുറഞ്ഞ പക്ഷം നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനായിരിക്കണം. 17:1. ശ്രദ്ധിക്കട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. 17:1 അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1 എബ്രാഹത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല. ഒരു കക്ഷി എന്ന നിലയിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല. എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണ്? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. ഈശോ പറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണ്? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് കർത്താവിൻ്റെ വചനത്തിന് അന്വേഷണമായി അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി മൂവിങ് ടു ദി പെർഫെക്ഷൻ. നമ്മൾ പൂർണ്ണതയിലേക്ക് നീളുകയാണ്. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. ഇപ്പോൾ 5:48 എന്താണ്? പരിശുദ്ധാത്മ. ഇതൊന്നും പഠിച്ച വചനങ്ങളല്ല കേട്ടോ, ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവ് ഇതിനെ ലിങ്ക് ചെയ്യണത് 17:1 എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമനായിരിക്കുക എന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ തന്നെ പുതിയ നിയമ വേർഷനാണ്. എന്താ? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. സകല വാഗ്ദാനങ്ങളും യേശുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമേൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെല്ലണ പ്രാർത്ഥനയില്ല. നിർഭാഗ്യവശാൽ 2000 കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലണ പ്രാർത്ഥനയെ പരിചയമുള്ളൂ. ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ, ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മൾ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. എന്താണ്? നമ്മുടെ കക്ഷി, ദൈവം ഒരു കക്ഷി. കുറഞ്ഞ പക്ഷം ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുതെന്നർത്ഥം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു, ജൂദാസ് പോയായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ്. ദാവീദ് എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നല്ലേ?
ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞത്, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം. നീ ഇങ്ങനെ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? സന്നിധി വിട്ട് പോകരുത്. അതിനുശേഷം മകൾക്ക് കല്യാണം കഴിഞ്ഞ് കറക്റ്റ് 2 മാസം എത്തിയപ്പോൾ മകൾക്ക് രാത്രിയിൽ യൂറിൻ പോകാതെ ഭയങ്കര പ്രശ്നമുണ്ടാവുകയും അപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുകയും അവർ അപ്പോൾ തന്നെ ട്യൂബിട്ട് യൂറിൻ എടുത്തു കളഞ്ഞു. വീട്ടിലേക്ക് മകളെ തിരിച്ചു വിട്ടു. അതിനുശേഷം പിന്നെയും മകൾക്ക് യൂറിൻ പോകുന്നില്ല. പിറ്റേ ദിവസം വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവർ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു, യൂട്രസിനടുത്ത് വലിയൊരു മുഴയാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്യൂബിലൂടെയാണ് മകൾ യൂറിൻ പാസ് ചെയ്തിരുന്നത്. അങ്ങനെ അശ്വിനി ആശുപത്രിയിൽ വലിയൊരു എമൗണ്ടും വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി നല്ല കടത്തിലാണ്, കാരണം മകളുടെ കല്യാണം കഴിഞ്ഞ് നല്ലൊരു ബാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണ് ഹോസ്പിറ്റലിൽ പോയിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മേ ഇത്രയും വലിയ എമൗണ്ട് വരും, നമ്മൾ എന്ത് ചെയ്യും? ഇനി എങ്ങനെ ആരെങ്കിലോടും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? കാരണം ഓൾറെഡി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു, എല്ലാം ഓക്കെ ആയി. വൈകുന്നേരത്തെ ഭക്ഷണം വരെ കൊടുത്ത് അവളെ എല്ലാം ഓപ്പറേഷനോടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ കൊറോണ സമയത്ത് 5 പേര് വെച്ച് കൊന്ത ജപമാല ചെല്ലുമായിരുന്നു. അപ്പം അന്നത്തോടെ എൻ്റെ കൊന്ത ചെല്ലിയിട്ട് പിന്നെ തുടങ്ങേണ്ടത് അവളാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ സമയത്ത് ഇനിയൊന്നും നടക്കില്ല മോളെ എന്ന് പറഞ്ഞു. പക്ഷെ മാതാവ് ഇടപെട്ട് അന്ന് വൈകുന്നേരം അവൾക്ക് പീരീഡ്സ് വന്നു. അപ്പം പിന്നെ ഓപ്പറേഷൻ നടക്കില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഒരാഴ്ച കഴിയുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകള് ഈ ട്യൂബ് ഇട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും നമ്മൾ വേറെ പല ആശുപത്രികളും ചോദിച്ചു, എത്ര ലക്ഷം രൂപ ഈ ഓപ്പറേഷൻ ചെയ്യാൻ ചിലവ് വരുന്നു. അപ്പോൾ കൊറോണ നല്ല കൊണ്ടുപിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് പോകണ്ടെന്ന്. എൻ്റെയും മകളുടെയും നിർബന്ധത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് അവിടെ പോയി ഒന്ന് ചോദിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർക്ക് മാതാവ് ഇടപെട്ടു. ആ ഡോക്ടർക്ക് ഇവളോട് വലിയൊരു അനുകമ്പ തോന്നി. കാരണം ആ സമയത്ത് ക്യാൻസർ രോഗികളെ അല്ലാണ്ട് ആരും അവിടെ നോക്കുന്നില്ല. അപ്പം ഇവൾ ഈ ട്യൂബ് ഇട്ട് ചെന്നേക്കണ കാരണം ഡോക്ടർക്ക് ഇവളോട് വളരെ ഒരു അനുകമ്പ തോന്നി. ഡോക്ടർ പറഞ്ഞു, ഞാനിവിടെ ചെയ്യാം, എൻ്റെ സ്വന്തം റിസ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോന്നു. വെള്ളിയാഴ്ച ഓപ്പറേഷന് ചെല്ലാൻ പറഞ്ഞ് ഞങ്ങളവിടെ അഡ്മിറ്റായി. സാധാരണ ഓപ്പറേഷൻ കേസുകൾ ശനിയാഴ്ച ഒക്കെ ഫയലിൽ റിപ്പോർട്ട് ചെയ്യും. ശനിയാഴ്ച വൈകുന്നേരം വയറ് കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവളുടെ രേഖയിൽ അതൊന്നുമില്ല. ഞങ്ങൾ ഡോക്ടേഴ്സ് വന്നപ്പോൾ ചോദിച്ചു, ഡോക്ടറെ നാളെയാണ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കും, കാരണം മെഡിക്കൽ കോളേജിൽ ഞായറാഴ്ച ഓപ്പറേഷൻ ഇല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഡോക്ടറോട് പോയി ചോദിക്കാം, നിങ്ങൾക്ക് തെറ്റ് പറ്റിയതായിരിക്കും, തിങ്കളാഴ്ച ആയിരിക്കും ഓപ്പറേഷൻ. ഞങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ എന്നെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ വെയിറ്റ് ചെയ്യ്, വേറൊരു ഡോക്ടർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നാളെയാണ് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, ഓപ്പറേഷൻ നാളെ തന്നെ നടക്കും. കാരണം ഡോക്ടർക്ക് എന്തോ നിങ്ങളോട് ഒരു അനുകമ്പ തോന്നി. നാളെ ഓപ്പറേഷൻ ഡേറ്റ് അല്ല, ഇത് കൊച്ചുകുട്ടി ആയതുകൊണ്ട് ഒരു കുഞ്ഞിക്കാലുണ്ടെങ്കിൽ ഡോക്ടർ വേറെ ഒന്നും നോക്കില്ല, അപ്പം തന്നെ യൂട്രസ് എടുത്ത് കളയും. കാരണം ഇത് കല്യാണം കഴിഞ്ഞ് ആകെ 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നാളെ ഓപ്പറേഷൻ നടക്കും, അമ്മ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോന്നു. കാരണം ഡോക്ടർ ദൈവം അവിടെ അമ്മ മാതാവ് വളരെ ഒരു കരുണ കാണിച്ചു. കാരണം റിപ്പോർട്ടിൽ എഴുതി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. കാരണം കൊറോണ സമയമായതുകൊണ്ട് അവിടെ വേറെ ഒരു കേസ് എടുക്കില്ല. അപ്പോൾ പെട്ടെന്ന് വയറുവേദന വന്നു, ഡോക്ടർ ഇവിടെ അഡ്മിറ്റ് ആക്കണു, ഓപ്പറേഷൻ ചെയ്യണു. അങ്ങനെ ഞങ്ങൾ അവിടെ കാലത്ത് ഞായറാഴ്ച കാലത്ത് 9 മണിക്ക് ഓപ്പറേഷൻ നടക്കുമെന്ന് പറഞ്ഞു. 9 മണി കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു, 4 മണിയായിട്ടും ഇവിടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, മെഡിക്കൽ കോളേജ് അല്ലേ, പ്രസവത്തിൻ്റെ ആൾക്കാർ വരും, അവർക്കാണ് മുൻഗണന. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറായി.
ഓപ്പറേഷൻ തുടങ്ങി കഴിയുന്നതിന് മുമ്പ് ഡോക്ടർ ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്ത് മേടിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഴ വലിപ്പമുള്ള മുഴയാണ്, ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ നിവർത്തിയില്ല, ഓപ്പറേഷൻ യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കൊന്ത ചൊല്ലി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓപ്പറേഷൻ തുടങ്ങി. ഇവളുടെ ബോധം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഇവൾക്ക് ബ്ലീഡിങ്ങും തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് പറയാണ് യൂട്രസ് എടുത്ത് കളയാതെ നിവർത്തിയില്ല എന്ന് പറയാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് മേടിച്ചു. ഞാൻ കരച്ചിൽ, ഭർത്താവ് കരച്ചിൽ, ആങ്ങള കരയിൽ, ഹസ്ബൻഡ് തല കറങ്ങി വീഴണം, അങ്ങനെ ഭയങ്കര പ്രശ്നം. ഞങ്ങളെ കൊണ്ട് ഒപ്പിടി വീഴിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് വേണ്ട എൻ്റെ മോളെ നീ എടുത്തോ, എനിക്ക് തരണമെങ്കിൽ എല്ലാ അവയവങ്ങളോടും കൂടി അവളെ തന്നാൽ മതി, ഇല്ലെങ്കിൽ നീ എടുത്തോ, കാരണം എനിക്ക് അവളെ മകളായിട്ട് സ്വീകരിക്കാം, പക്ഷെ അവന് ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ എല്ലാ അവയവവും വേണം, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ ഈ കൊന്ത പിടിച്ചിട്ട് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണേ. ആശുപത്രിയാണെന്നൊന്നും ഞാൻ നോക്കണില്ല. ഞാൻ പറഞ്ഞു നീ എടുത്തോ, എനിക്ക് വേണ്ട എൻ്റെ മകളെ, ഈ എല്ലാ അവയവങ്ങളോടും കൂടി തരണമെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർക്കും വിഷമമായി. ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ കരയാതിരിക്കും, ഞങ്ങൾ 1-2 ഡോക്ടേഴ്സല്ല, ഇവിടെ ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട്, നമുക്ക് വഴിയുണ്ടാക്കാം. അങ്ങനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ നടത്തി, ഭംഗിയായി അവളുടെ ഓപ്പറേഷൻ നടന്നു. യൂട്രസ് നീക്കം ചെയ്യേണ്ട വന്നില്ല. ഡോക്ടർ ഞങ്ങളെ കാണിച്ചു തന്നു. ശരിക്കും ഒരു പൊതിച്ച തേങ്ങയുടെ വലിപ്പമുണ്ടായിരുന്നു. വളരെ റിസ്കോട് കൂടിയാണ് അവർ ആ ഓപ്പറേഷൻ ചെയ്തത്, കാരണം യൂട്രസുമ്മ തൊട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഇടപെട്ട് ഞങ്ങളുടെ ആ മകളുടെ ഓപ്പറേഷൻ ഭംഗിയായി നടന്നു. പക്ഷേ ഇവളുടെ ഓർമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. ഇവർ പറയുമ്പോൾ യൂട്രസ് എടുത്ത് കളഞ്ഞു എന്നാണ് ഇവളുടെ ചിന്താഗതി. അപ്പോൾ വരുന്നവരോടും പോണവരോടും ഒക്കെ ഇവള് എൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞൂലേ എന്ന് പറയാം. അങ്ങനെ ഭാഗ്യത്തിന് 4 ഡോക്ടേഴ്സും കൂടി റൂമിലേക്ക് കയറി വരണേ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഓപ്പറേഷൻ ഭയങ്കര റിസ്ക് ആയിരുന്നു, ഞാനാണ് അനസ്തേഷ്യ കൊടുത്ത ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇവളിപ്പോഴും പറയണേ ഇവളുടെ യൂട്രസ് എടുത്ത് കളഞ്ഞു എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പറയണേ എൻ്റെ ഒരു കസിൻ ചേച്ചിക്ക് ഇങ്ങനെയായിരുന്നു, 3 മുഴയായിരുന്നു, ഇപ്പോൾ ഒരു കുഴപ്പമില്ല, 3 കുട്ടികളുണ്ട്, നഴ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇവളിങ്ങനെയാണ് പറയണേ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, മോളെ നിൻ്റെ യൂട്രസ് എടുത്ത് കളഞ്ഞിട്ടില്ല, നിനക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ പിന്നെ അവൾ ഹാപ്പിയായി. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞങ്ങൾ ഒരാഴ്ച കിടന്ന് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. പിന്നെ മാതാവ് ഒത്തിരി കാര്യങ്ങൾ, കടബാധ്യത കാര്യങ്ങളൊക്കെ ഒത്തിരി ഞങ്ങൾക്ക് നിറവേറ്റി തന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു 3 മാസം മുമ്പ് എൻ്റെ മകന് വലിയൊരു സർജറി വേണ്ടി വന്നു. അവൻ ഷാർജയിലായിരുന്നു. അവന് ഷോൾഡർ ഇറങ്ങണ ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൻ ഇവിടുന്ന് പോയപ്പോൾ ഇവന് ഉടമ്പടി തൈലവും 4 വർഷമായിട്ട് അവന് ഷോൾഡർ ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി വേറൊരു നിവൃത്തിയില്ല, ഓപ്പറേഷൻ തന്നെയുള്ളൂ. അങ്ങനെ വ്യാഴാഴ്ച ഇവൻ വന്നു. ശനിയാഴ്ച പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണം. തിങ്കളാഴ്ച ഇവന് ഓപ്പറേഷൻ നിശ്ചയിച്ചു. ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ ഷാർജയിൽ ഈ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ വേണം. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഗൾഫ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്നാൽ അവിടെ മാത്രം അത് അപ്പോളോ ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മളത് ചെയ്യാൻ തീരുമാനിച്ചു. ഓപ്പറേഷൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റായി, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പൈസ അടച്ചിട്ട് പോയിക്കോ, എന്നിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് പാസ്സായി പിന്നീട് നിങ്ങൾക്ക് ഇൻഷുറൻസ് പാസ്സാവുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശ് രൂപം സ്ഥിരം പിടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ മാതാവേ ഇല്ലേ, ഞങ്ങളുടെ 1 രൂപ പോലും ഇല്ല, 10,000 രൂപയാണ് ഞങ്ങൾ കൊണ്ടുവന്നത്, അത് ഞങ്ങളവിടെ കെട്ടിവെച്ചു. ഞാൻ എൻ്റെ മോന് പൊട്ടിക്കരഞ്ഞു. അവൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, സിസ്റ്റേ 10,000 രൂപ കൊണ്ടുവന്നത്, ഞങ്ങൾ അത്ര പൈസക്കാരല്ല, പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേ പോവുള്ളൂ, ഇൻഷുറൻസ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അത് റിജക്റ്റായി, ഞങ്ങൾക്ക് ഇനി വേറെ ഒരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ നിന്നു. അവരും വളരെയധികം വിഷമിച്ചു. കാരണം അത് ഡോക്ടേഴ്സിനും 2 കൂട്ടരും, കാരണം ഗൾഫ് ഇൻഷുറൻസ് ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും സാധിക്കില്ല. മോൻ 1 ദിവസം കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനെല്ലാ കാര്യങ്ങളും ഫോൺ വരുന്നതും ഒക്കെ അവനാണ്. അങ്ങനെ അവർക്കും ഭയങ്കര വിഷമമായി. 2,64,538 ബില്ലാണ് റിജക്റ്റ് ആയേക്കണത്. ഞാൻ അവിടെ പൊട്ടിക്കരഞ്ഞ്, ഞാനും മോനും കരച്ചിലായി. സിസ്റ്റേഴ്സിനും വിഷമായി. അവർ പറഞ്ഞു അമ്മ വിഷമിക്കാതിരിക്കുക, നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം, മാതാവ് നടത്തി തരും. അങ്ങനെ ഞങ്ങൾ ഡിസ്ചാർജായി. 1.5 ദിവസം കൂടി ഞങ്ങൾ അവിടെ കിടന്നു. കാരണം ഞങ്ങളുടെ പൈസ ഇല്ല അടയ്ക്കാനായിട്ട്.
അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ എൻ്റെ മോൻ സുഖപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം. അങ്ങനെ 1.5 ദിവസത്തിന് ശേഷം അവർ ഡോക്ടേഴ്സും 2-3 ഇൻഷുറൻസുകാരും വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബില്ല് പാസ്സായി. ആദ്യമായിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. റിജക്റ്റായ ബില്ല് പാസ്സായി വരുന്നത് ആദ്യമായിട്ടാണ്. പൈസ അടച്ച് അവർക്ക് പോവാം. പിന്നെ അവിടെ ചെന്നതിന് ശേഷം ഇവർ വഴി ആ ഇൻഷുറൻസ് ശരിയാക്കിയ കേസുകളുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് റിജക്റ്റായ ബില്ല് പാസ്സായി വരുന്നത്. അപ്പോൾ അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. അതിന് 1000 നന്ദി പറയുന്നു. ഇപ്പം ഞാൻ കൈയൊടിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഈ ശനിയാഴ്ച ഗൾഫിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.